മൂടിയ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. പാതിരാത്രി റസൂലിന്റെ വാതിൽ മുട്ടിയിട്ട് റസൂലിനോട് പറയാണ്, അങ്ങാടിക്കാരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ അടിമയായ ബിലാൽ ഇന്നു മുതൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. റസൂലിന്റെ വെളുത്ത ശരീരത്തിലേക്ക് കറുത്ത ശരീരമായ ബിലാലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നു മുതൽ റസൂലിന്റെ നിഴലാണ് ബിലാല്. ആദ്യമായിട്ട് ഇസ്ലാമില് ഒരു മധുര ധ്വനിയായിട്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. റസൂലിന്റെ വഫാത്ത് അറിഞ്ഞ സമയത്ത് എനിക്കിനി മദീന വേണ്ട എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ബിലാൽ തങ്ങൾ യാത്ര പോകുന്നുണ്ട്. ഒരുപാട് കാലശേഷം വീണ്ടും തിരിച്ച് റസൂലിന്റെ മണ്ണിലേക്ക് വന്ന സമയത്ത് അവിടെയുള്ള സ്വഹാബാക്കൾ പറയുന്നുണ്ട്, റസൂലിന്റെ സമയത്ത് ബിലാൽ തങ്ങളെ, നിങ്ങളെ ആസ്വാദന ബാങ്കുണ്ടായിരുന്നല്ലോ, അതൊന്നുകൂടി കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ആ ബാങ്ക് പൂർത്തീകരിക്കാതെ ബിലാൽ തങ്ങൾ വീണ്ടും കരയുന്നുണ്ട്. അത്രത്തോളം ഹുബ്ബായിരുന്നു റസൂലിനോട്. കറുപ്പിനെയും വെളുപ്പിനെയും വർണ്ണ വിവേചനമില്ലാതെ മാറോട് ചേർത്ത് പിടിച്ച ഒരാളെ, ഒരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതായിരുന്നു എൻ്റെ റസൂലെ. നോക്കി വരക്കാനൊരു രൂപം പോലും തരാതെ എങ്ങനെയാണ് റസൂലെ ജനഹൃദയങ്ങളെ റസൂല് കീഴടക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം.